Hi, hello friends, welcome back to my channel. So, recently PSCയിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ സ്റ്റെനോഗ്രഫി. എല്ലാവരും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇനി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യുക. പുതിയതായിട്ട് PSCയിലേക്ക് എക്സാം എഴുതുന്നവരും ഉണ്ടാകാം, എഴുതിയവരും ഉണ്ടാകാം. ആദ്യമായിട്ട് ടൈപ്പിസ്റ്റിൻ്റെയും സ്റ്റെനോഗ്രാഫറിൻ്റെയോ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഒക്കെ എക്സാം എഴുതാൻ പോകുന്നവരും ഉണ്ടാകാം. സോ അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് മുതൽ നമുക്ക് ടൈപ്പിസ്റ്റിൻ്റെ ഈ നമ്മുടെ ഈ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ജൂനിയർ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ് ഇതിൻ്റെ എല്ലാം ഒരു റിവിഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2019 ടൈപ്പിസ്റ്റിൻ്റെ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC or ST എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. കോച്ചിങ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫേമസ് വർക്ക് പ്ലേഗ്സ് ആൻഡ് പീപ്പിൾസ് റിട്ടൺ ബൈ. പ്ലേഗ് ആൻഡ് പീപ്പിൾസ് എന്നുള്ള ബുക്ക് എഴുതിയത് വില്യം H.N.C. നീലാണ്. പ്ലേഗ് ആൻഡ് പീപ്പിൾസ് എന്നുള്ള ബുക്ക് എഴുതിയത്. Who was the first Muslim president of Indian National Congress? INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ്. ബദ്രുദ്ദീൻ തിയാബ്ജി ആണ് INCയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്. In India, Sexual Harassment at Workplace Act was passed in which year? 2013. 2013 ഇന്ത്യയിൽ സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് പാസ് ചെയ്തത്. ദി ഫേമസ് വർക്ക് ഗീതാ ഗോവിന്ദ റിട്ടൺ ബൈ ജയദേവൻ. ഗീതാ ഗോവിന്ദ എന്നുള്ളത് കൃഷ്ണന്റെയും രാധയുടെയും ഗോപികമാരുടെയും റിലേഷൻഷിപ്പിനെ വിവരിക്കുന്ന ഒരു പോയമാണ്. അദ്ദേഹം ഒരു സാൻസ്ക്രിറ്റ് കവിയാണ്. സോ ഗീതാ ഗോവിന്ദ എഴുതിയത് ജയദേവൻ. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് വാസ് പാസ്ഡ് ബൈ ദി UN General Assembly on 10th December 1948. 1948 ഡിസംബർ 10th UN ജനറൽ അസംബ്ലിയിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ് പാസ്സാക്കിയത്. ഒന്നുകൂടി പറയാം. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് വാസ് പാസ്ഡ് ബൈ ദി UN ജനറൽ അസംബ്ലി ഓൺ 10th December 1948. വിച്ച് വൺ ദി സ്റ്റാർ ഈസ് നിയറസ്റ്റ് ടു എർത്ത്? ഭൂമിയോട് അടുത്ത് കിടക്കുന്ന സ്റ്റാർ ഏതാണെന്നാണ്. പ്രോക്സിമ സെഞ്ചുറി ആണ് ഭൂമിയോട് അടുത്ത് കിടക്കുന്ന നക്ഷത്രം. കേരള പഞ്ചായത്ത് ലോ ഇനാക്റ്റഡ് ഇൻ വിച്ച് ഇയർ? പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് എന്നാണ്. 1994 പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. Who was the founder of WikiLeaks? വിക്കിലീക്സിന്റെ ഫൗണ്ടർ ആരാണെന്നാണ്. ജൂലിയൻ അസാഞ്ചെ ആണ് വിക്കിലീക്സിന്റെ ഫൗണ്ടർ. What was the original name of ചട്ടമ്പി സ്വാമികൾ? കുന്നൻ പിള്ളയാണ് ചട്ടമ്പി സ്വാമികളുടെ ഒറിജിനൽ നെയിം. Which is the first linguistic state in India? ഇന്ത്യയിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ്. Who was the founder of ആനന്ദ മഹാസഭ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭയുടെ ഫൗണ്ടർ. നെയിം ദി ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് വനിതാ കമ്മീഷന്റെ ആദ്യത്തെ കേരള സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആണ് സുഗതകുമാരിയാണ് ആദ്യത്തെ കേരള സ്റ്റേറ്റ് വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. The work ജാതിക്കുമ്മി റിട്ടൺ ബൈ പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എഴുതിയത്. സമത്വ സമാജം ദി സോഷ്യൽ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം നടത്തിയത്. ദ കീഴരിയൂർ ബോംബ് കേസ് വാസ് ഇൻ കണക്ഷൻ വിത്ത് കീഴരിയൂർ ബോംബ് കേസ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ടാണ്. ഇന്റർനാഷണൽ യോഗ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 15ാമത്തെയും 21ാമത്തെയും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്, അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. ഹു വാസ് ദി ലീഡർ ഓഫ് സവർണജാഥയുടെ ലീഡർ മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നയിച്ചത്. ദേവദാസി സിസ്റ്റം വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ബൈ സേതു ലക്ഷ്മിബായി ആണ് ദേവദാസി സിസ്റ്റം നിർത്തലാക്കിയത്. തിരുവിതാംകൂറിൽ ദേവദാസി സിസ്റ്റം നിർത്തലാക്കിയത് സേതു ലക്ഷ്മിബായി ആണ്.
നെയിം ദി ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് ദി ഹൈക്കോർട്ട് ഓഫ് കേരള. ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ആദ്യത്തെ വനിതാ ജഡ്ജ് അത് അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടിയാണ് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ആദ്യത്തെ വനിതാ ജഡ്ജ്. വിച്ച് കൺട്രി ഹാസ് വൺ ദി 2019 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് 2019 വിജയിയായ രാജ്യം എന്ന് പറയുന്നത് ഖത്തറാണ്. ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ സൗത്ത് ഇന്ത്യ ടു ഇൻസ്റ്റാൾ മിറർ ഫോർ വർഷിപ്പിംഗ്. അയ്യ വൈകുണ്ഠർ. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അത് വൈകുണ്ഠ സ്വാമികളാണ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഇൻ സൗത്ത് ഇന്ത്യ ടു ഇൻസ്റ്റാൾ മിറർ ഫോർ വർഷിപ്പിംഗ് അയ്യ വൈകുണ്ഠർ. ദി ഓൺലി ഫോറിൻ കൺട്രി വിസിറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഏക വിസിറ്റ് ചെയ്തിരിക്കുന്ന ഫോറിൻ രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ദി ഓൺലി ഫോറിൻ കൺട്രി വിസിറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു ശ്രീലങ്ക. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദി G20 സമ്മിറ്റ് 2018. 2018 G20 സമ്മിറ്റ് നടന്ന രാജ്യം അർജന്റീനയിലാണ്. G20 സമ്മിറ്റ് 2018 നടന്നത്. The birth anniversary of which freedom fighter is celebrated as National Educational Day in India. ആരുടെ ജന്മദിനമാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ ആചരിക്കുന്നത്. Who was appointed as the first BCCI Ombudsman in 2019. 2019 ആദ്യത്തെ BCCI Ombudsman ആയിട്ട് അപ്പോയിൻമെന്റ് ചെയ്തിരുന്നത് ജസ്റ്റിസ് ഡി കെ ജെയിൻ ആണ്. ജസ്റ്റിസ് ഡി കെ ജെയിൻ ആണ് BCCIയിലെ ആദ്യത്തെ ഓംബുഡ്സ്മാൻ. In which of the following key is used for moving the cursor by a fixed number of spaces? ടാബ് കീ ആണ്. ടാബ് കീ ആണ് നമുക്ക് കേഴ്സർ നീക്കാതെ തന്നെ ഒരു ഫിക്സഡ് നമ്പർ സ്പേസ് ഇടാൻ സഹായിക്കുന്നത് ടാബ് കീ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് വേർഡ് പ്രോസസർ ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർഡ് പ്രോസസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് റൈറ്റ്. Which of the following shortcut key is used to take print preview of a document? Print preview എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് Ctrl+F2 ആണ്. Ctrl+F2 ആണ് print preview വരാനായിട്ടുള്ള ഷോർട്ട്കട്ട് കീ. Name the movement started in Travancore as a protest against the constitutional reforms of 1932. 1932 തിരുവിതാംകൂറിൽ നടന്നൊരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അതാണ് ചോദിച്ചിരിക്കുന്നത്. The movement started in Travancore as a protest against the constitutional reforms of 1932. നിവർത്തന agitation ആണ്. നിവർത്തന agitation. Who was honored by the Maharaja of Cochin with the title Kavi Tilakan. കവി തിലകൻ എന്ന് അറിയപ്പെടുന്ന കൊച്ചി മഹാരാജാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം. പണ്ഡിറ്റ് കറുപ്പനാണ് കവി തിലകൻ എന്നറിയപ്പെട്ടിരുന്നത്. സ്വച്ഛ് ഭാരത് അഭിയാൻ സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ ദി ഇയർ. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ സ്കീം വന്നത്. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ സ്കീം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദി മാർജിൻ ആൻഡ് ദി സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ് ഈസ് കോൾഡ്. ഇൻഡന്റേഷൻ ആണ്. ഇൻഡന്റേഷൻ എന്ന് പറയുമ്പോൾ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദി മാർജിൻ ആൻഡ് ദി സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ്, അതാണ് ഇൻഡന്റേഷൻ. Margin that is added to the binding side of page when printing is named as gutter margin. പേജിൽ ബൈൻഡിങ് സൈഡിൽ ആഡ് ചെയ്ത് വരുന്ന മാർജിനെയാണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ MS വേർഡ് ഷോർട്ട് കട്ട് Shift+Delete ഈസ് യൂസ്ഡ് ടു. Shift+Delete എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡിലീറ്റ് ദി സെലക്ടഡ് ഐറ്റം പെർമനൻ്റ്ലി വിത്തൗട്ട് പ്ലേസിംഗ് ദി ഐറ്റം ഇൻ ദി റീസൈക്കിൾ ബിൻ. റീസൈക്കിൾ ബിന്നിലും സ്റ്റോർ ചെയ്ത് വെക്കാതെ പെർമനൻ്റ്ലി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് Shift+Delete പ്രസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash gives the information about number of pages, present page number, cursor position in a page. Number of pages, present page number, cursor position in a page. ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇൻഫർമേഷൻ വരുന്നത് സ്റ്റാറ്റസ് ബാറിൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഓർ എഫക്ട്സ് അപ്ലൈഡ് ഓൺ എ ഡോക്യുമെന്റ് ഈസ് നോട്ട് വിസിബിൾ ഇൻ. ബാക്ക്ഗ്രൗണ്ട് കളറും എഫക്ട്സും
ഒരു ഡോക്യുമെന്റിൽ വിസിബിൾ ആവാത്തത് ഏതിലാണെന്നാണ് ചോദ്യം. വിസിബിൾ ആവാത്തത് ഏതിലാ? പ്രിന്റ് പ്രിവ്യൂലാണ് ബാക്ക്ഗ്രൗണ്ട് കളറും എഫക്ട്സും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് വരാത്തത്. ഇത് ഒരുപാട് എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നന്നായിട്ട് നോട്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് കളർ ഓർ എഫക്ട്സ് അപ്ലൈഡ് ഓൺ എ ഡോക്യുമെന്റ് ഈസ് നോട്ട് വിസിബിൾ ഇൻ പ്രിന്റ് പ്രിവ്യൂ ആണ്. So next question, change dash to create a document in wide or tall format. Wide ആയിട്ടും tall ഫോർമാറ്റിലും ചേഞ്ചസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡോക്യുമെന്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചേഞ്ചസ് അത് വൈഡ് ആയിട്ടും ടോൾ ഫോർമാറ്റിലും കാണാൻ വേണ്ടിയിട്ട് പേജ് ഓറിയന്റേഷനിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ഇൻസേർട്ടിംഗ് ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിൽ നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ട് ടെക്സ്റ്റ് ഒക്കെ കൊടുത്ത് ഇൻസേർട്ട് ചെയ്യുന്നത് അത് ഏത് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്? വേർഡ് ആർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പം മറ്റൊരു പോയിന്റ് ആണ്, നമ്മൾ ഡോക്യുമെന്റിൽ ടെക്സ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, ഡെക്കറേറ്റീവ് ആയിട്ട് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് വേർഡ് ആർട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ, എംബോസ്, സബ്സ്ക്രിപ്റ്റ്, എൻഗ്രേവ്, സൂപ്പർസ്ക്രിപ്റ്റ് ആർ നോൺ ആസ് ഫോണ്ട് എഫക്ട്സ്. ഇതെല്ലാം ഫോണ്ട് എഫക്ട്സ് ആണ്. ഔട്ട്ലൈൻ, എംബോസ്, സബ്സ്ക്രിപ്റ്റ്, എൻഗ്രേവ്, സൂപ്പർസ്ക്രിപ്റ്റ് ഇതെല്ലാം ഫോണ്ട് എഫക്ട്സിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടാബ്ലോയിഡ്, ലീഗൽ, ലെറ്റർ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഡാഷ് ഓപ്ഷൻ ഇൻ MS Word. ഈ ഓപ്ഷൻസ് എല്ലാം MS Wordലാണ്. MS Wordലെ ടാബ്ലോയിഡ്, ലീഗൽ, ലെറ്റർ ഇതെല്ലാം വരുന്നത് പേജ് സൈസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ അപ്പിയർ ഓൺ ദി സ്ക്രീൻ ഇഫ് പ്രസ് Shift+5 നമ്പർ കീ ബിലോ ഫംഗ്ഷൻ കീ. ഫംഗ്ഷൻ കീയിൽ Shift+5 ഞെക്കി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വരും. ഫംഗ്ഷൻ കീയിൽ വരുന്ന പെർസെൻറ്റേജ് Shift+5 ഞെക്കി കഴിഞ്ഞാൽ വരും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫോണ്ട് നെയിം. ഫോണ്ട് നെയിം അല്ലാത്തത് അൾജീരിയൻ, വെർഡാന, കാലിബ്രി, ടോഗിൾ ആണ് ഫോണ്ട് നെയിം അല്ലാത്തത്. ഗട്ടർ പൊസിഷൻ ക്യാൻ ബി സെറ്റ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഗട്ടർ പൊസിഷൻ സെറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ആൻഡ് ടോപ്പ് പൊസിഷനിലാണ് ഗട്ടർ പൊസിഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട്ലൈൻ, എംബോസ്, സബ്സ്ക്രിപ്റ്റ്, എൻഗ്രേവ്, സൂപ്പർസ്ക്രിപ്റ്റ് ആർ നോൺ ആസ് ഫോണ്ട് എഫക്ട്സ്. ഇത് നമ്മൾ ഓൾറെഡി നോക്കിയ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. By pressing F12 function key, which of the following will happen? F12 function key ഞെക്കി കഴിയുമ്പോൾ Save as dialog box will open. Save as dialog box വരും. F12 function key ഞെക്കി കഴിയുമ്പോൾ Save as dialog box open ആകും. The ability to combine name and address with a standard document is called. ഒരു സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ് ആയിട്ട് നെയിമും അഡ്രസ്സും കമ്പൈൻ ചെയ്ത് വരുന്നത് മെയിൽ മെർജിലാണ്. ദി എബിലിറ്റി ടു കമ്പൈൻ നെയിം ആൻഡ് അഡ്രസ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ്, മെയിൽ മെർജ്. ടു അപ്ലൈ സെന്റർ അലൈൻമെന്റ് ടു എ പാരഗ്രാഫ് വി ക്യാൻ പ്രസ് Ctrl+E. ഒരു സെന്റർ അലൈൻമെന്റ് വരാനായിട്ട് നമുക്ക് Ctrl+E എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. പാരഗ്രാഫിൽ ഒരു സെന്റർ അലൈൻമെന്റ് വരാനായിട്ട് Ctrl+E. The next question, create a large capital letter at the beginning of a paragraph is named. Drop cap ആണ്. പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ക്യാപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി റെഡിമെയ്ഡ് ഫോർമാറ്റ്സ് വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ ദി വേർഡ് പ്രോസസ്സർ. ടെംപ്ലേറ്റ്സ് ആണ് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഫോർമാറ്റ്സ് ആയിട്ട് വരുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. Which of the following is the expanded form of KGT? KGTയുടെ expanded form ആണ് കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ. ആണ് KGT. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് റിവൈസ് ചെയ്യുന്നത്. എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഈ കൊല്ലം ഒരുപാട് നോട്ടിഫിക്കേഷൻസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടുണ്ട്. അത് ഈ കൊല്ലം തന്നെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ.
കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ എക്സാം എല്ലാം ഈ അടുത്ത് ഓഗസ്റ്റിലോ ഒക്ടോബറിലോ വരുന്നതാണെന്ന് തോന്നുന്നു. എക്സാമിന്റെ ടൈം ടേബിൾ PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക. ഞാൻ കോച്ചിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ്